സോ ഗായ്സ് AJR വ്ളോഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ വളാഞ്ചേരി. ഞാനിപ്പോൾ ഉള്ള വളാഞ്ചേരിയല്ല, ദുബായിലാണ്. സോ ദുബായ് സീരീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ് ഈ ഫോൺ? സാംസങ് S24 Ultra. ഓക്കെ, ഇത് ഞാൻ മേടിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തതാണ്. കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ നമുക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. അന്ന് മേടിക്കാൻ വിചാരിച്ചു, പിന്നെ എന്തോ ഇതുകൊണ്ട് മേടിച്ചില്ല. പിന്നെയാണ് ആലോചിച്ച ദുബായി പോകില്ല, അപ്പോൾ ഇവിടുന്ന് മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇന്ന് ആ ഫോണിലാണ് റെക്കോർഡിങ്. ഇത് ഞാൻ മേടിച്ചതല്ല, എന്റെ മോൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഓക്കെ, സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. അതുപോലെ അതൊരു സർപ്രൈസ് തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ ഫോണ് കിട്ടി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് വൈകി. 5 മണിയായി. മൊബൈലൊക്കെ ചാർജിലിട്ടു, അതിന്റെ സെറ്റിങ്സ് ഒക്കെ അവർ സെറ്റാക്കി. അതിപ്പോൾ 5 മണിക്ക് ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഇറങ്ങുന്നത് ഗോൾഡ് സൂക്കിലേക്കാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് സുജ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. മുണ്ടല്ല ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ. സുജ പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു നിസാൻ പെട്രോളും ഉണ്ട്. പുള്ളി ദുബായ് തന്നെയാണ്. പുള്ളി വന്നിട്ട് പുള്ളി ഞങ്ങളെ ഗോൾഡ് സൂക്കിലേക്ക് വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുള്ളി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, നേരം വൈകിന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ റൂമിലേക്ക് വരാം, നമുക്ക് ഒന്നിച്ച് ഇറങ്ങാന്ന് പറഞ്ഞു. പുള്ളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുള്ളി ഇപ്പോൾ വരും. അപ്പം ഞങ്ങൾ ഇന്നിങ്ങനെ പിന്നെ ഇന്ന് നേരം വൈകിയ കാരണം ലോങ് എവിടേക്കും പോകണില്ല. ഇവിടെ തന്നെ ദേരയിൽ ഗോൾഡ് സൂക്കും അവിടെ പിന്നെ 2 റിയാലിന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന കപ്പൽ ഇതൊക്കെ ഉണ്ടല്ലോ, ബോട്ട്, അതൊക്കെ ഒന്ന് നമ്മളൊന്ന് യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അനു ഒച്ചുണ്ടാക്കല്ല, ഇപ്പൊ റെക്കോർഡ് ചെയ്യാണ്. ഒച്ചുണ്ടാക്കല്ല, ഇപ്പത് റെക്കോർഡ് ചെയ്യാന്നല്ലേ. അപ്പോൾ എന്തായാലും പിന്നെ അനു പിന്നെ വൈഫും കൂടി താറ്റി പോയി. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യാം. ആ ബെല്ലൈക്കണിലൊക്കെ പ്രസ് ചെയ്യാം. ഇത് പുതിയ മൊബൈൽ ആയതുകൊണ്ട് ഇതിന്റെ ഫങ്ഷൻസ് അറിയില്ല, പക്ഷെ എന്തായാലും നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല. ഈ മൊബൈൽ മേടിക്കാൻ ഞാൻ നേരത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതന്നെ നമ്മള് സെറ്റായിട്ട് കിട്ടി. ഓക്കെ, നമുക്ക് നമ്മുടെ യൂട്യൂബ് ബ്ലോഗർ അപ്പൊ നമ്മളെ സുജന അറിയാത്തവരുണ്ടല്ലോ, നമ്മളെ ചാനലിൽ സുജ ഉണ്ടല്ലോ എപ്പോഴും. അപ്പൊ സുജന്റെ മോനും വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക്. ഇവര് നമ്മളെ ഗോൾ സുഖങ്ങൾ വിട്ടുതരും. ഇതിങ്ങനെ എടുത്ത് വെക്കണം. 5-8 ഫോണുണ്ട് നിറഞ്ഞിക്കണു. പറയാലോ, ഞാൻ ഈ കാഴ്ച എന്ത് കണ്ടാരോ, ഒരു 15 കൊല്ലം മുന്നേ ഇവിടെ വന്നെന്ന് കറങ്ങിയതാണ്. പിന്നെ ഞാൻ ഇവിടെ കറങ്ങിയിട്ടില്ല. ഇവിടെ വരാൻ മോൻ്റെ അടുത്ത് വരും. മോൻ്റെ എന്തെങ്കിലും പുതുതായി പോകുമ്പോൾ കടയിൽ പോകും, അവിടെ ചുറ്റുപാടുകൾ തീർക്കും. ഞാൻ മെല്ലെ നാട്ടിൽ പോകും. ഇപ്പൊ ചൂടുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞെടുക്കണേ, അല്ലെങ്കിൽ ഞാൻ പോയിണ്ടാവും. ഇളച്ചു പിടിച്ചോണ്ട് അതേ ഖത്തറിലാണ്. ഹലോ, നാട്ടിൽ നിന്ന് പെരുന്നാക്ക് ഇവിടുന്ന് സൗദി അറേബ്യ പോണത്. സൗദി അറേബ്യത്തിൽ നമുക്ക് 600-650 ഉറുപ്പിക ഉണ്ടെങ്കിൽ പെരേക്കെത്തും. ആരും ഇടങ്ങാറാക്കാൻ നിൽക്കണ്ടല്ലോ, നല്ല സ്വകാര്യത്തിലാണ് പോയാല്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് രാത്രിയാണ്. ഇനിയിപ്പോ അങ്ങോട്ട് എത്തുന്നതും നേരം വിളിക്കാൻ നേരത്താ. 5-6 തീയതിയാണ് എന്റെ ഫ്ലൈറ്റ്. 5 തീയതി നൈറ്റ് ഫ്ലൈറ്റ്. അത് കാലത്തായിരുന്നു ഫ്ലൈറ്റ്. ഇപ്പം പറഞ്ഞ ടൈം ബാംഗ്ലൂരിൽ വരും. നമ്മളെ വൈകിട്ട് കണ്ടു. അനിയോ അനിയോ ഏത് കളർ സെലക്ട് ചെയ്തോളി. അതാ വരുന്നുണ്ട്. അവര് ഫോട്ടോ എടുക്കാണ്. ഇതിൽ ഏത് കളറാണ്? അങ്ങനെ കൊടുക്കില്ല. ഇവര് കൊണ്ടുപോയിട്ട് നമ്മളെ കണ്ടമാനം ഇത്രത്തിനുള്ളു കാണാന്. പക്ഷെ ഇതൊരു കാഴ്ചയാണ് ഇവിടെ. ഇത് വേറെ എവിടെ കാണുക ഞാൻ കണ്ടിട്ടില്ല. ഫുള്ള് റോൾസ് റോയ്സ്. എത്രങ്ങാനാണ് കണ്ട ആ കിടക്കണ തലക്കന്തും കണ്ട്.
പറ്റിച്ചു എന്നൊക്കെ നമ്മളാണേ. ഇതാണ് കത്തൂറ റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ വരിക, കയ്യിൽ ദമ്പടി വേണമുണ്ടോ, ഉള്ളിൽ കയറുക, അവിടെ കുറേ പ്രൊജക്റ്റുകൾ കണ്ടില്ല ഇത് ഇരിക്കണേ. അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്കസ് ചെയ്ത് അവർക്കും കൂടി തോന്നണം, ഇവർ കാണാൻ വന്നപ്പോൾ നമ്മൾ കാണാൻ വന്നെന്ന് മനസ്സിലായില്ലേ, അവർക്ക് തോന്നല്ല ഇവർ പ്രൊജക്റ്റ് നോക്കി പ്രൊജക്റ്റ് എടുത്തുക്കണോ ചോദിച്ചോക്ക്. ഓൻ കണ്ടിട്ടേ ഇല്ല. ആ വണ്ടി ഇതാ ആ നിൽക്കുന്ന വണ്ടികൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയിൽ കയറ്റും, വലാക്കില വണ്ടി, എന്നിട്ട് ആ പ്രൊജക്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും, പ്രൊജക്റ്റ് കാണിച്ചു തരും, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ടോക്കൺ കൊടുക്കാം, അല്ലെങ്കിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോരാം. ഓക്കെ, എന്തായാലും നല്ലൊരു പോഷ് ഏരിയ ആണ് ദുബായിൻ്റെ ഡെവലപ്മെൻറ്റുകളിൽ ഒന്ന്. ഇതിപ്പോൾ ഇങ്ങനെ ഡെവലപ്പായി വരികയാണ്. ഇതിൻ്റെ കത്തൂറ റിസർവ് എന്നാണ് ഇതിൻ്റെ നെയിം. കത്തൂര ഇതൊക്കെ അവരെ ഇതാ കനാൽ പ്രൊജക്റ്റാണ് ഇതൊക്കെ. ഇതിൻ്റെ ഒരു ഡമ്മി അവിടെ ഇരിക്കുന്നുണ്ട്, കനാൽ പ്രൊജക്ട് ഡമ്മി ഇരിക്കുന്നുണ്ട്. ഞാൻ അന്ന് വന്നപ്പോ കണ്ട ഡമ്മികളൊക്കെ കഴിഞ്ഞു, അപ്പൊ കാണാൻ ഷോർട്ടേജ് ഒക്കെ വിറ്റുപോയിട്ടുണ്ടാവും. അതാണ് പോഷ് ഏരിയയാണ് കനാലിൻ്റെ അടുത്ത്. റയാനെ വാടാ, ബാക്കിയുള്ളവരവിടെ. ഇവിടെ ഓരോ പ്രൊജക്റ്റ് ഉണ്ട് ടെസ്റ്റം പോലെ. അവിടുന്ന് കണ്ടില്ല, പക്ഷെ ഇപ്പുറത്തുണ്ട്. അത് ശരി. ആ ലൈറ്റ് കൂടെ ഉണ്ടെങ്കിൽ തന്നെ സംഭവം അടിപൊളിയാവും. ഓഡിറ്റോറിയം ആണ്. ഓഡിറ്റോറിയം, അതിന്റെ ബാക്കിലാണ് ഹോഴ്സ് റേസ് ഉണ്ടാവുക. അങ്ങോട്ടുള്ള പാലാണ്, അപ്പൊ ഇത് തുറക്കും. ഓക്കെ, റൈറ്റ്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ലൈറ്റുകൾ വളഞ്ഞ രീതിയിൽ കത്തുമ്പോഴേ അതൊരു ലുക്ക് വേറെ തന്നെയാണ്. വീഡിയോ എനിക്ക് റീൽ വീഡിയോ ആണ്.
കത്തിലോടെ കണ്ട കുറച്ചുകൂടി ഇഷ്ടമാവണം ആ ലൈറ്റിന്റെ ഒരു ഇതിലേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ LED പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ LED ഉണ്ട്. ആ ഉഷാറിലുണ്ട് കിട്ടണമെങ്കിൽ നല്ല ഇഷ്ടമാവണം. മൈതാൻ ബ്രിഡ്ജ് അവര് ഫോട്ടോ എടുക്കാൻ വന്ന് നിൽക്കല്ലേ. ആ ലൈസ് മേടിക്കാം. എല്ലാവർക്കും 2, 3, 4 4 ഏതാ രസം. ഭയങ്കര പണിയാണ്. ഇവിടെ പിന്നെയും പാന്റ് ഇടുന്ന തുണിയില്ല ഞാന് ഭയങ്കര റിസ്ക് കൊണ്ടെടുക്കാൻ. എന്താടാ ഇല്ല എന്റെ 2 ഫോണാണ്. അതിൽ ഒന്ന് പിന്നെ ഇവിടുത്തെ നമ്പർ ഇടാൻ വേണ്ടി ഒന്നിപ്പോ മേടിച്ചിട്ടാക്കിയതാ. അപ്പൊ 3 ഇപ്പൊ ഒന്നിപ്പോ വെറും കൊടുത്തു തന്നു 4 ഇവിടുത്തെ നമ്പറുകള് പിന്നെ ഇവിടുന്ന് സിം പിടിപ്പിച്ച വേറെ എക്സിറ്റാണ് ഞങ്ങള് ബസ്സിലാണ് വന്നത്. ദമാമെന്ന് വന്നതിന്റെ ബസ്സിലാണ്. കോബാറ് വഴി ബസ്സിൽ വന്ന് ബഹരം ഫുള്ള് കണ്ടിട്ട് എയർപോർട്ട് വഴി ഇന്റർവ്യൂ ചെയ്തു. ബഹരം കണ്ടിക്കണ് അല്ലാതെ ഇവിടെ 6 മാസം പലചരക്ക് ചായയും ജ്യൂസും പിന്നെ സ്നാക്സ് സാൻഡ്വിച്ച് ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്നാക്സ് അവിടെ പല ഒന്നുമില്ല വേറെ വരുന്നുണ്ട്. 1, 2, 3, 4, 5, 6 ചായ പിന്നെ ഗ്ലാസ് ഇഷ്ടമാണ്. അനക്ക് ഷൂ ഒന്നും വേണ്ടേ? ഷൂ എടുക്ക്. അന്റെ ഷൂ എടുത്തിരിക്കണോ? അന്റെ ഷൂ എടുക്ക്. ഷൂ എടുത്ത് വണ്ടിയിലിട്. ഷൂ എടുത്ത് വണ്ടിയിലിട്. ഷൂ വണ്ടിക്കിട്. വണ്ടിക്കിട്. അല്ല വണ്ടിക്കിട്. ആ എന്നിട്ട് വണ്ടി ഉണ്ട്. വണ്ടി കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുപോയി. ആ എന്നാ വണ്ടി നോട്ടോ. വണ്ടി നോട്ടോ. ജോയ് ആലുക്കാസ് മലബാർ അപ്പുറത്ത്. ആ മനസ്സിലായി. ഞങ്ങൾ അപ്പുറത്തെ ബാക്ക് സൈഡിലായിരുന്നു. സുഖാഷ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഗോൾഡ് മാർക്കറ്റിലാണ് കേട്ടോ. ദുബായ് ദേരയിലുള്ള ഗോൾഡ് മാർക്കറ്റിലാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ഫാമിലി ബാക്കിലുണ്ട്, ഞങ്ങളിവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് പുതിയ ഗോൾഡ് മാർക്കറ്റിൽ. ഇനി നമ്മളങ്ങനെ പോയാൽ കാണുന്നതാണ് കവാടം കണ്ട പഴയ ഗോൾഡ് മാർക്കറ്റ്. ഓക്കെ ഓക്കെ, ഇതിങ്ങനെ ക്യാമറ തലമ തട്ടാതിരിക്കാനേ. ഷിയാബേ
ഇങ്ങനത്തെ പോണ്ടത് അങ്ങോട്ടല്ലേ ഇവിടെ വലിയൊരു മോതിരം ഉണ്ടെന്നല്ലേ അവിടെ ഗോൾഡ് സൂക്ക്. ഓക്കെ, പഴയ ഗോൾഡ് മാർക്കറ്റാണ്. ഓക്കെ, ആ മറ്റേ സ്പ്രേ അക്തറുകളവിടെ യൂസുഫാക്കാട് അക്തറുകൾ. ഈ കടകളുണ്ടോ സ്വർണ്ണ ഇരിക്കണ മൊത്തം. ഷാളടക്കം ഗോൾഡിൻ്റെ ആണ്. ഗോൾഡിൻ്റെ ഷാൾ എവിടെ? ആ ഒരു കൈ കണ്ടോ ഫുള്ള്. ഇത് മാസ്ക് ഉണ്ട്. N95 മാസ്ക് ഇട്ടിട്ടുണ്ട്. കൊറോണ സമയത്തായിരുന്നു. കിരീടം എന്താ ഓളൊരു പൊലിവ്. നടക്കാൻ വയ്യാന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ബേക്കിലെ ഡ്രസ് ഇതാ, ബേക്കിൽ അത് ഇതാ. ഗിന്നസ് റെക്കോർഡ് നേടിയ മോതിരാണ്. 62 കിലോ തൂക്കം വരുന്ന ഒരു മോതിരം. ഓക്കെ, ഇതാ എൻ്റെ ഗിന്നസ് റെക്കോർഡ്. ഇതാ എത്ര തൂക്കം? 63,800 സംതിങ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ തൂക്കം. അതിൽ 5 കിലോനോട്ടം കല്ലുകളുണ്ട്. ബാക്കി ഗോൾഡാണ്. 58 സംതിങ് ഗോൾഡാണ്. ഓക്കെ, ആണ് ഗിന്നസ് ബുക്ക് റെക്കോർഡ് മോതിരം കേട്ടോ. ഓക്കെ, കെൻസ് ജ്വല്ലറി റെക്കോർഡ്. എക്സ്ക്യൂസ് മീ, ഇതിൽ എൻ്റെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ സംഭവം കേട്ടോ. തുറന്ന നല്ല മണം കയറിയിട്ട്.
സോ ഗൈസ് ഞങ്ങള് പിന്നെ നൈഫാണ് നൈഫിന് കയറി അവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ. കുഴി കണ്ടോ? ഇവിടെ കുഴിയുണ്ട്. നൈഫിലൊക്കെ കയറി എല്ലാം കഴിഞ്ഞ് സമയം ഇപ്പോൾ 10:30 മണിയായി. 11 മണിയാകുമ്പോൾ മെട്രോ ബന്യാസ് സ്ക്വയർ. ഇന്ന് രാവിലെ ഞങ്ങൾ ഫോൺ എടുക്കാൻ എടുക്കാൻ വന്നത്. അപ്പോൾ ഈ മെട്രോയിൽ ഞങ്ങൾ ഇതാ വീണ്ടും റിഗൽക്ക് പോകും. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ബന്യാസ് സ്ക്വയർ. 21 പോകണം നമുക്ക്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മുത്തുമോളെ? നല്ല സുഖല്ലേ? സോ ഗൈസ് ഞങ്ങളിതാ പോയി തിരിച്ചു വന്നു കേട്ടോ. പോകുമ്പോഴുള്ള കോലയിലെല്ലാം വരുമ്പോൾ ടയർഡാ. ഇന്നത്തെ ഫുള്ള് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് S24 Ultra നമ്മളെ പുതിയ ഫോണിലാണ്. ആ ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോസ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ഞങ്ങൾ പോയത് നമ്മൾ സുജൻ്റെ കൂടെയാണ്. പ്രതീക്ഷയില്ലാത്ത 2 സ്ഥലങ്ങൾ. ഏതൊക്കെ സ്ഥലമാണ് പോയതെന്ന് സുജനായിട്ട്? ഒരു മൈതാൻ എന്താ പറയുക ബ്രിഡ്ജ്, പിന്നെ ഒന്ന് കത്തൂര എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ റിസർവ്, മറ്റെന്താ പറയുക ഈ ഒരു ലക്ഷറി ഏരിയ വീഡിയോയിലൊക്കെ കാണാം. അത് രണ്ടും സുജൻ്റെ കൂടെ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പിന്നെ ഗോൾഡ് സൂക്കിൽ അവർ കൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് നടക്കുമ്പോഴാണ് ക്ഷീണിക്കുന്നത്. നടക്കുമ്പോൾ ഇതിന് ചടച്ചു. അങ്ങനെ കുറച്ച് ചെറിയ ചില്ലറ പർച്ചേസിങ്ങും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ മെട്രോ വഴി നേരെ റിഗിൽ വന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ ടയർഡായതുകൊണ്ട് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഓർഡർ ചെയ്തിട്ട് വരുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തി. ഞങ്ങൾ ഓർഡർ ചെയ്താ ഈ കാണുന്നതാണ് എന്താ ഷാഫ്രാൻ. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഹോട്ടലിൻ്റെ അവിടേക്ക് എത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാം. ഓക്കെ, സോ ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പം അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ.